യുവ നേതാവിൽ നിന്നുണ്ടായ മോശം അനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി റിനി ആൻഡ് ജോർജ്. തനിക്ക് പരിചയപ്പെട്ടപ്പോൾ തന്നെ വളരെ മോശം നിലയിലുള്ള സമീപനം മനസ്സിലായി. അതിനെ തുടർന്ന് അദ്ദേഹത്തെ വാൺ ചെയ്തു. പക്ഷേ അത് നിർത്താൻ തയ്യാറായില്ല. ഹോട്ടലിലേക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം, അവിടേക്ക് വരൂ എന്നാവശ്യപ്പെട്ടു എന്നതാണ് പറയുന്നത്. അതാണ് തനിക്ക് ഏറ്റവും ദേഷ്യമുണ്ടാക്കിയത്. അതിനുശേഷം പല വാണിംഗ് ചെയ്തിട്ടും തന്നെ അവിടേക്ക് അയാളുടെ ക്ലോസ് സർക്കിളിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവമായ ശ്രമമുണ്ടായി എന്നതാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് തനിക്ക് പിതാവിനെ പോലെയാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പലരോടും താൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് പറയുന്നു. പക്ഷേ നേതാക്കൾ ആരും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. യുവ നേതാവിന് പിന്നെയും സ്ഥാനമാനങ്ങൾ ലഭിച്ചു എന്നതാണ് ആ നടി ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ പി സരിൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പി സരിൻ, യുവ നേതാവ് എന്നതിനപ്പുറം ഒരു തുറന്നു പറച്ചിൽ ആ പെൺകുട്ടി നടത്തുന്നില്ല, നടി റിനി ആൻഡ് നടത്തുന്നില്ല. പക്ഷേ പലരിലെ അനുഭവങ്ങൾ തനിക്ക് അറിയാം. ആ സാഹചര്യത്തിൽ ഒരു സന്ദേശം എന്ന നിലയിൽ പറയുന്നു, പ്രസ്ഥാനത്തിന് അവമതിപ്പുണ്ടാകാതിരിക്കാനാണ് പ്രസ്ഥാനത്തിനെയോ വ്യക്തിയുടെ പേരോ പറയുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ആളാര് എന്ന് മനസ്സിലാകുന്ന തരത്തിൽ ചില പ്രയോഗങ്ങൾ നടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നതുകൂടി നമ്മൾ കാണണം. ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡാണ് ആ യുവ നേതാവിനെന്ന് പറയുന്നു. അത്തരം ഒരു ആറ്റിറ്റ്യൂഡുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ സരിൻ അറിയുമോ? സരിൻ ഒരു യുവ നേതാവാണ്, രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ആളാണല്ലോ. നമസ്കാരം. ഞാൻ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ആ പത്രസമ്മേളനം കാണുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഒരുപക്ഷെ കേരള സമൂഹം ഈ ആരാണ് അയാൾ എന്നുള്ള ചോദ്യത്തിന്റെ പുറകെ പോകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ദുരന്തം. സത്യം പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിക്ക്, കേരളത്തിലെ നമ്മുടെ ഇടയിൽ ഒരു ടീനേജുകാരിക്ക്, അവർ പണ്ട് പത്രപ്രവർത്തകയായിരുന്നു, അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ പണിയെടുത്തിരുന്നു, ഇപ്പോ സ്വതന്ത്രയായിട്ടൊരു നടിയാവാനൊക്കെ ആഗ്രഹിക്കുന്നു. അപ്പൊ അവരുടേതായിട്ടുള്ള ഒരു അനുഭവം ആണ് നമ്മളോട് ഇതൊക്കെ വിവരിച്ചത്. നമ്മളെ അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ തന്നെ കാണണം എന്നുള്ള ഒരു അഭിപ്രായക്കാരാണ്. അതായത് കേരളത്തിലെ ഒരു പെൺകുട്ടിക്ക് പൊതുസമൂഹത്തിലെ, രാഷ്ട്രീയത്തിലെ ഒക്കെ ഇടപെടലുകളിൽ നിന്ന്, ഒരു ചെറുപ്പക്കാരിൽ നിന്ന് ഉണ്ടാകേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് ഇത് എന്നുള്ളതും, അത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു പെൺകുട്ടിയോട് ആദ്യമായിട്ട് നമ്മൾ ഒരു ഐക്യപ്പെടൽ ഉണ്ടാവുകയാണ് വേണ്ടത്. ആരാണ് അയാൾ എന്നത് ചോദിക്കേണ്ടത് തന്നെയാണ്. അതിന് ഉത്തരം കണ്ടെത്തപ്പെടും എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ രണ്ടാമത്തെ കാര്യം ആ കുട്ടി പറഞ്ഞതിൽ, ആരാണ് അയാൾ എന്നുള്ളതിനും അപ്പുറം ഇത് പലരോടായി പറഞ്ഞു എന്നും എന്നിട്ടും പ്രത്യേകിച്ച് അതിന് പരിഹാരങ്ങളൊന്നും ഉണ്ടായില്ല എന്നും ഒക്കെ പറയുമ്പോൾ, ഇത് ഒരു പെർപെട്രേറ്റർ ഉണ്ട്, അതായത് ചെയ്തു കൂട്ടിയ ഒരാളുണ്ട്. പക്ഷെ ആ ചെയ്തു കൂട്ടിയ ആൾക്ക് ഒത്താശ ചെയ്യുന്നത് പോലെ, പ്രോത്സാഹനം നൽകുന്നത് പോലെ, അല്ലെങ്കിലും ഒപ്പം അതിന് കൂട്ടുനിന്നത് പോലെ, മൗനം പാലിച്ചതുപോലെയൊക്കെയുള്ള മനുഷ്യരുടെ ഒരു കൂട്ടമായി ഒരു രാഷ്ട്രീയ പാർട്ടി അതപ്പതിക്കുന്നു എന്നുള്ളതും, ഒരുപക്ഷെ അമേരിക്ക വളരെ ദുഷ്ടലാക്കോട് കൂടിയാണ് ചില രാജ്യങ്ങളെ തെമ്മാടി രാഷ്ട്രങ്ങൾ, റോക്ക് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുക. അതായത് അവർക്ക് ദഹിക്കാത്തവരെയാണ് അവർ തെമ്മാടികൾ എന്ന് വിളിക്കുന്നത്. എങ്കിൽ ഇവിടെ കേരള സമൂഹം ഇതാ നോക്കൂ, ഒരു തെമ്മാടി എന്ന് പറയേണ്ട നിലയിലേക്ക് ഒരു ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയവും അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചെയ്തികളും കഴിഞ്ഞ 1-2 വർഷത്തെ എന്നുള്ളതാണ് ആ കുട്ടി പറയുന്ന ടൈം ലൈനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇത്തരം മാലിന്യങ്ങളെ എങ്ങനെയാണ് ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ പേരിൽ ഒരുപക്ഷെ താങ്ങിക്കൊണ്ട് നടക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പല ഗ്രൂപ്പിസത്തിന്റെയോ കോക്കസിന്റെയോ ഒക്കെ പേരിൽ സമൂഹത്തിന്റെ മുന്നിലേക്ക് അതിനെ ആ ദുരന്തം കൂടി പേറുന്നതിന്റെ തരത്തിലേക്ക് നമ്മളൊക്കെ കാഴ്ചവെക്കേണ്ടി വരുന്നത് എന്നുള്ളതൊക്കെയാണ്. ഇത് ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവല്ല, ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരാളുടെ ധാർഷ്ട്യമല്ല. യുവ നേതാവാണ്, വളർന്നു വരുന്ന നേതാവാണ്, അതിനുശേഷം സ്ഥാനമാനങ്ങൾ എത്തിപ്പിടിച്ച മനുഷ്യനാണ്. അപ്പോ ആ നിലയിൽ നിൽക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്രമാത്രം അധപതനമെങ്കിൽ മേളിലോട്ട് വന്നാലുള്ള അവസ്ഥ എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. സാറിന് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു ബന്ധത്തിലുണ്ടായ വിള്ളൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അടുത്തിടപഴകിയിരുന്നവർ തമ്മിലുള്ള പ്രശ്നങ്ങളോ ഒന്നുമല്ല. ഒരാളെ പരിചയപ്പെടുന്നു, അടുത്ത നിമിഷം തന്നെ ഇത്തരം മനോവൈകല്യങ്ങൾ പുറത്തു വരുന്നു, അവർ നോ എന്ന് പറയുന്നു, വാൺ ചെയ്യുന്നു, അത് പരാതിപ്പെടുന്നു. അതിനുശേഷവും നിരന്തരം ബന്ധപ്പെടും. ഏറ്റവും അവസാനം ഫെബ്രുവരിയിൽ വരെ ബന്ധപ്പെട്ടിരിക്കുന്നു. 3.5 വർഷം മുൻപ് തന്നെ ഈ പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ട് ഏറ്റവും അവസാനം ഫെബ്രുവരിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സമാനമായ നിലയിൽ സമീപിച്ചിരിക്കുന്നു അവരെ എന്ന് അവർക്ക് തുറന്നു പറയേണ്ടി വരികയാണ്. അത് ഈ ഒരു വ്യക്തിയല്ല, ഒരുപാട് വ്യക്തികളുണ്ട് എന്ന് അവർ തന്നെ ബോധ്യത്തോടു കൂടി ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഏതോ തരത്തിലുള്ള വൈകല്യം ഉള്ള വ്യക്തി എന്ന് കൂടി മനസ്സിലാക്കണമോ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ ആവശ്യമില്ലാത്ത ആളുകളെ നേതാവ് എന്ന് വിളിക്കേണ്ട. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്തിയത് കൊണ്ട് ഒരാളും ആരുടെയും നേതാവാകുന്നില്ല. പകരം
അയാളിലെ നേതൃഗുണങ്ങൾ കൊണ്ടാണല്ലോ ഒരാളെ നേതാവ് എന്ന് വിളിക്കേണ്ടത്. ഈ മനുഷ്യൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിനെയാണ് നമ്മൾ നേതാവ് എന്നുള്ള പ്രയോഗം കൊണ്ട് ഗ്ലോറിഫൈ ചെയ്യുന്നത് എങ്കിൽ നടി ഉപയോഗിച്ച വാക്കാണ് യുവ നേതാവ്. അതാ പറഞ്ഞ രേണു, അത് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അത് ഒരു രാഷ്ട്രീയ മാലിന്യമാണ്. അതിനെ അങ്ങനെ കണ്ടു തുടങ്ങിയാൽ കേരളത്തിന് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. മുൻപേ തോന്നിയിട്ടുണ്ട്. മുൻപേ തോന്നിയ കാര്യങ്ങളായിട്ട് ഞാൻ അത് പലരോടും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ വിഷയത്തിൽ ഒരു വ്യക്തിപരമായ ഒരു ദുരനുഭവം എന്നുള്ളതിനും അപ്പുറം സമൂഹത്തിന് നമ്മൾ പറയില്ലേ, ഈ സൈക്കോപാത്തുകൾ അല്ലെങ്കിൽ സോഷ്യോപാത്ത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വാക്കെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു പെത്തോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡീവിയേഷൻ ആണ് ഒരു മനുഷ്യന്റെ. അപ്പൊ ഇത്തരത്തിൽ ഒരു സോഷ്യോപാത്തിനെ, ഒരു പെർവേർട്ടിനെ രാഷ്ട്രീയത്തിൽ പേറേണ്ടി വരുന്ന കേരളത്തെ പറ്റിയാണ് എന്റെ ചിന്ത. ഞാൻ അതാണ് നേരത്തെയും പ്ലേസ് ചെയ്തത്. ഇങ്ങനെയല്ല രാഷ്ട്രീയക്കാരുണ്ടാകേണ്ടത്. ചെറുപ്പക്കാരിൽ നിന്ന് നേതാക്കൾ ഉണ്ടാകേണ്ടത് ഇത്തരത്തിലൂടെ അല്ല എന്ന് ഈ ഒരൊറ്റ കേസ് സ്റ്റഡിയിലൂടെ കേരളത്തിൽ കൺക്ലൂസീവായി പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇത്തരം ദുരനുഭവങ്ങളുള്ള മറ്റുള്ളവരുണ്ടോ എന്ന് നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ അവർ പുറത്ത് വരുമോ, പറയുമോ, അതോ ഇനി അവരും ഈ രാഷ്ട്രീയ പാർട്ടിയിലെ ആരെയെങ്കിലുമൊക്കെ വിശ്വസിച്ച് അവിടെയൊക്കെ പരാതി പറഞ്ഞിരിക്കുകയാണോ എന്നും അറിയില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത്തരം സോഷ്യോപാത്തുകളെ സഹിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക്, ഇത്തരം പെർവേർട്ടുകളെ പേറേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം വീണു പോകരുത്. അത് തടയാനൊക്കെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ എങ്ങനെയാണോ ആ കേസിന്റെ മെറിറ്റ് എന്താണ്, വെളിപ്പെടുത്തലിന്റെ നിയമപരമായ സാധ്യതകൾ എന്തൊക്കെയാണ്, കേസെടുക്കലുമായി മുന്നോട്ട് പോകേണ്ടത് എന്താണ് എന്നും അത്തരത്തിലുള്ള നിയമ നടപടികളൊക്കെ ഉണ്ടാകും. നേരെ മറിച്ച് ഞാൻ ഇപ്പോഴും ഖേദിക്കുന്നത്, അവിടെ ഒരു പാർട്ടിയിൽ ഈ കുട്ടി അത് വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നു. ആ കുട്ടിക്ക് ഇപ്പോഴും ആ പാർട്ടിയിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഈ ഡെഫിനിഷനുകളൊക്കെയാണ് സൗഹൃദത്തിന്റെ, നേതാവ് എന്ന് വിളിക്കുന്നതിന്റെ ഒക്കെ ഡെഫിനിഷനുകളെയാണ് നമുക്ക് മറക്കേണ്ടി വരുന്നത്. അവ എന്തുകൊണ്ട് ഈ കുട്ടിയോട് അങ്ങനെയെങ്കിൽ അനുഭാവം എന്നുള്ള വാക്ക് പോലും അവിടെ ഉപയോഗിക്കരുത്. ആ കുട്ടിയോട് നമുക്ക് വേണ്ടത് ഐക്യപ്പെടൽ തന്നെയാണ്. അവർക്ക് നീതി കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന ചോദ്യമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നീതി കിട്ടിയില്ല എന്ന് മാത്രമല്ല സരിൻ പറയുന്നു, പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവ് സ്വന്തം പിതാവിനെ പോലെ എന്ന് പറഞ്ഞ് സംസാരം തുടങ്ങിയ യുവതി പറയുകയാണ് പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി എന്ന്. സരിൻ, ഇവിടെ ഒരാളെ സംബന്ധിച്ച് അവർക്കൊരു മോശം അനുഭവം ഉണ്ടായാൽ പേര് പറയണമോ പറയണ്ടേ എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. നമുക്ക് ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷേ തുറന്നു പറഞ്ഞാലുള്ള ഒരു മനസ്സ് കാണിച്ചിരിക്കുന്നു. അത് ചില സന്ദേശങ്ങളാണ് എന്ന് പറയുന്നു. ഇനി ഒരു ഘട്ടത്തിൽ പറയേണ്ടി വന്നാൽ താൻ ധൈര്യപൂർവ്വം അത് പറയുമെന്നും ആ നടി പറയുന്നുണ്ട്. ഇവിടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഒരൊറ്റ മറുപടി മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഹൂ കേസ്? അതാണ് ആളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നു. അത് കേരള സമൂഹത്തിന് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ മതിയായ അടയാളമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? രേണു, അത് ആ അടയാളമാണ് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള നമുക്ക് മനസ്സിലാകും. പക്ഷെ ആ ചോദ്യത്തെ അവിടെ ലഘൂകരിക്കരുത്. അയാൾ ഇന്ന ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ അറിഞ്ഞതുകൊണ്ടോ മാത്രം തീരുന്ന പ്രശ്നമല്ല. അയാളിൽ ഉള്ള ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങളെ എത്രയോ കാലങ്ങളായിട്ട് ആ പാർട്ടിയിൽ നിന്ന് പലരും പരാതിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ പുറത്തു വന്നേക്കാം, പുറത്തു വരാതിരുന്നേക്കാം, അറിയില്ല. പക്ഷേ അങ്ങനെ ഉള്ളൊരു സിസ്റ്റമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉൾപാർട്ടിയിലെ ഇടപെടലുകൾ മാറുന്നുവെങ്കിൽ അധികാര കൊതിമൂത്ത് അടുത്ത തവണ ഭരണത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്നത്, ആ കുട്ടി ഇപ്പൊ ആ പാർട്ടിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ അതൊന്നുകൂടി വ്യക്തമാക്കാൻ എന്തായാലും പ്രേക്ഷകരോട് ശ്രമിക്കുകയാണ്. എന്തായാലും ഇടതുപക്ഷമല്ല ആ പ്രസ്ഥാനം എന്നുള്ളത് പ്രേക്ഷകർക്ക് ഇതിനോടകം മനസ്സിലായി കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അധികാര കൊതിമൂത്ത് നടക്കുന്ന ഒരു കൂട്ടം ആളുകളായിട്ട് ആ പ്രസ്ഥാനത്തിലെ ഓരോ വ്യക്തികളും പരസ്പരം പുറം ചൊറിയുന്നവരും ഞാൻ ഒന്ന് ഇടപെടുകയാണ് ഇപ്പോൾ.